എന്തല്ല ചങ്ങായിമാരെ സുഖമല്ലേ? ഈ ആട്ടുംകൂട്ടിൽ പണി സ്ഥലത്ത് വന്നു വന്നിട്ട് ഈ ആട്ടുംകൂട്ടിൽ കുറച്ച് ലൈറ്റ് വെക്കാണ്ട് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. മാഷാ അല്ലാ, എന്താ ആട് എന്നറിയാം. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ആടിനാ. ഓക്കെ ചങ്ങായിമാരെ, ആടിതാ ആട്. മാഷാ അല്ലാ, എന്താ വൃത്തിയിൽ ആട് എന്നറിയാം. നോക്കിയാ ആട് ഇടക്കിടക്ക് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും. അപ്പം ഞാൻ ഇവിടെ സുഡാനിയാന്നു. സുഡാനിയോട് ചോദിച്ചു ഇതെന്താ പുല്ല് ഇതൊന്നും കൊടുക്കാനിട്ടാന്നോ ഈ ശബ്ദം ഉണ്ടാക്കുമെന്ന് ചോദിച്ചു. അപ്പം എന്താ സംഭവം, എന്താ ഇത് ശബ്ദം ഉണ്ടാക്കുന്നത് എന്തിനാണെന്നറിയാം. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇത് ശബ്ദം ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന്. എന്നാ മാഷാ അല്ലാ, നല്ല നല്ല ആടാന്നിട്ടോ. നോക്കിയാ എന്താ മോനെ, ബ്ലാക്കിൽ വൈറ്റ് ചെവിയൊക്കെ ആയിട്ട് കാണാന്നല്ലാതെ വൈറ്റ് ആടും ഉണ്ട് അതിൻ്റെ കൂടെ. ഈ ആട് പുല്ല് നിന്നിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കോ കമ്പിയോ എന്തെങ്കിലും ഇടുമ്പോണ്ടല്ലേ ഇതാക്കുക. ഞാൻ ഇങ്ങനെ നോക്കാം ഈ ആടെന്തിനും ഇങ്ങനെ കരയുന്നതെന്ന്. ഞാൻ കുറേ നോക്കി കേട്ടാ ആട് കരയുന്നത്. ഞാൻ എന്നിട്ട് സുഡാനിനോട് ചോദിച്ചു എന്താ വെള്ളമൊന്നും കൊടുക്കലില്ലേന്ന് ചോദിച്ചു. അപ്പോൾ സുഡാനി പറയാന്ന് വെള്ളം കൊടുക്കാനിട്ടല്ല, അത് സിറിഞ്ചടിക്കുന്നതാന്ന്. കാരണം നമുക്കുണ്ടല്ലോ ഒരു ലവ് ആകല്, പെണ്ണാടിന് നല്ല നല്ല പെണ്ണാടിനെ കാണുമ്പോൾ ആണാട് നോക്കിക്കൂലേ. അപ്പോൾ അതാണ് പ്രശ്നം, വേറൊന്നുമല്ല. പിന്നെ ആട് എന്നൊക്കെ പറയാൻ ഇപ്പോൾ പേടിയാന്ന് കേട്ടാ. ഇപ്പം ഈ നാട്ടിലെ രക്ഷ നടക്കലേന്ന് ഇപ്പം ആട് എന്നൊക്കെ പറയാൻ പേടിയാന്ന്. കാരണം എന്താണെന്നറിയാം, ഈ ആട് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും നമ്മളെ KT ജലീലാന്ന്. KT ജലീലല്ല കേട്ടോ, ഇത് ശരിക്കും ആടാന്ന്. നിങ്ങളാരും അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകണ്ട. ഇപ്പോൾ കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് ആട് പോത്ത് ഒന്നും പറയാൻ പറ്റൂല, ചെറ്റാന്നോ അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അവരൊക്കെ വിചാരിക്കും അവരതാണ്. മൂരി എന്ന് പറയാൻ പറ്റൂല, ആട് എന്ന് പറയാൻ പറ്റൂല. നോക്കിയ മോൻ എന്താ സ്റ്റൈൽ, ഇതാ ഓരോരോ ആടിനെ നോക്കി എന്താ വൃത്തിന്നറിയാം. നോക്കിയാ ആ മോനെ. അപ്പം എല്ലാവരോടും സ്നേഹം മാത്രം പറഞ്ഞു ഇനി അത്ര ദിവസം ഇല്ലോട്ടെ. ഇന്ന് ഏപ്രിൽ 2 ഇനി 7 ദിവസമാണ് നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ. അപ്പോൾ ആരും മറന്നു പോണ്ട. ഓക്കെ, നിങ്ങൾ ആരെ വേണം നിങ്ങൾ തിരഞ്ഞെടുത്തോ. നിങ്ങൾക്ക് ഉള്ള അവകാശമാണ്, നിങ്ങളെ അവകാശമാണ് 9-ാം തീയതി. പിന്നെ എണ്ണുമ്പോഴാണ് നിങ്ങൾ സന്തോഷിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്ത വോട്ട്, നിങ്ങൾ ചെയ്ത നേതാവ് നമ്മുടെ കേരളം ഭരിക്കാൻ പുതിയൊരു ഭരണാധികാരി വരട്ടെ. എല്ലാവർക്കും ബിഗ് സല്യൂട്ട്.